മക്കളെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 5th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ 9th ചാപ്റ്ററായ ടുവേർഡ്സ് ഇക്വാലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലീസിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകമാണ്. അതുപോലെ തന്നെ അവരുടെ മന്ത്ലി വരുന്ന ഇൻകത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഇക്വാലിറ്റീസ് നോക്കി, എക്കണോമിക് ഇൻഇക്വാലിറ്റീസ്, സാമ്പത്തികപരമായിട്ടുള്ള അസമത്വങ്ങൾ. അതിനാണ് ഇൻകത്തിൻ്റെ ബേസിൽ വരുന്ന ഇൻഇക്വാലിറ്റീസ് അല്ലേ. എഡ്യൂക്കേഷണൽ ബേസിലായാലും ജോഗ്രഫിക്കൽ, ഹിസ്റ്റോറിക്കൽ, അതുപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചറൽ ബേസിൽ അതൊക്കെ നമ്മൾ കണ്ടു. പലതരത്തിൽ ഇൻഇക്വാലിറ്റീസ് ഉണ്ടെങ്കിലും ഗവൺമെൻറ്റ്സ് ഒരുപാട് പ്രോഗ്രാംസ് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് വരുന്നത്. നമുക്ക് ഈ പേജ് വൈസായിട്ട് നോക്കാം മക്കളെ. ശാന്തി ഈസ് സ്റ്റഡിയിങ് ഇൻ 5th ക്ലാസ്. ഹർ ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഫാദർ, മദർ, സിസ്റ്റർ ആൻഡ് ബ്രദർ. Begins in the coastal area. They lives fear with the sea get rough. The biggest problem is facing is the absence of a safe and secure home. ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ശാന്തി എന്ന് പറയുന്ന കുട്ടി 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അപ്പം ആ കുട്ടികളുടെ ഫാമിലിയിൽ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദറൊക്കെ ഉണ്ട്. ഒരു തീരപ്രദേശത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് അവരുടെ ഹൗസ് സേഫ് അല്ല. അപ്പോൾ അവിടെ നിൽക്കാൻ ഒട്ടും സെക്യൂർഡ് അല്ല. ഉള്ള പ്രോബ്ലമാണ് ആ കുട്ടിയുടെ ഫാമിലി ആ കുട്ടിയും ഫേസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താ, ആഷിഖിൻ്റെ ഫാമിലി ഒരു മലയോരത്താണ് താമസിക്കുന്നത്. മലയോരത്തിൽ താമസിക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ്. സ്കൂളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൻ്റെ ബുദ്ധിമുട്ടാണ് അവർ ഫേസ് ചെയ്യുന്നതായിട്ട് അവിടെ പറയുന്നത്. അടുത്തതായിട്ട് Ashik and his family lives in a hilly area. It is difficult for Ashik and his sister to go to school due to inadequate transport facility. അപ്പോൾ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഇല്ലായ്മ അല്ലേ, കൃത്യമായിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതാണ് അവിടുത്തെ പ്രോബ്ലം. അപ്പോൾ ഇവിടുന്ന് ഇതിലൊക്കെ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന പല രീതിയിലുള്ള ഫാമിലീസ് ഉണ്ട്. അങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന പ്രോബ്ലംസൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത് പറയുന്നത്. ദ ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് വേരിയസ് സ്കീംസ് ഫോർ ദി അപ്ലിഫ്റ്റ് ഓഫ് ദി പീപ്പിൾ ഹൂ ഫേസ് ഇൻഇക്വാലിറ്റി. Central and state government has been implement various schemes to provide food, shelter, education, healthcare and other basic facilities to section of people. സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പല രീതിയിലുള്ള സ്കീംസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, നടപ്പിലാക്കിയിട്ടുണ്ട്. എന്തിന്, ഫുഡിന് വേണ്ടിയിട്ടായാലും അവരുടെ ഷെൽട്ടറിന് വേണ്ടിയിട്ടായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടായാലും ഹെൽത്ത് കെയറിൻ്റെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ടായാലും. അപ്പോൾ അതിനൊക്കെ അപ്പോൾ ഇതിലൊക്കെ ഇൻഇക്വാലിറ്റീസ് വരുന്നത് റിഡക്ഷൻ ചെയ്യാനും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാനും ആ പ്രോബ്ലംസ് എല്ലാം അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനും അതൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ള പല പല സ്കീംസ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായി. ഫസ്റ്റ് പറയുന്നത് എന്താ, വെൽഫെയർ സ്കീം അല്ലെങ്കിൽ വെൽഫെയർ പെൻഷൻ, ക്ഷേമ പെൻഷനാണ്. വെൽഫെയർ പെൻഷൻ ആർ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം എയിംഡ് ടു പ്രൊവൈഡിങ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു പീപ്പിൾ ഹു ആർ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആസ് വെൽ ആസ് വൾണറബിൾ ഗ്രൂപ്പ്. പറയുന്നത് സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നോക്കമുള്ള ആൾക്കാർക്കുണ്ടല്ലോ, ഫിനാൻഷ്യലി എക്കണോമിക്കലി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള ആൾക്കാർക്ക്, സൊസൈറ്റിയിലെ പിന്നോക്കമുള്ള ആൾക്കാരെ സഹായിക്കുക. വൾണറബിൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ദുർബലരായ ഗ്രൂപ്പുകൾ. അതാണ് മലയാളത്തിൽ അതിൻ്റെ മീനിങ് ആയിട്ട് വരിക. അപ്പോൾ പിന്നോക്കമായിട്ട് ബാക്ക്വേർഡായിട്ട് ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ വെൽഫെയർ പെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വെൽഫെയർ പെൻഷൻ ആർക്കെല്ലാം ബെനിഫിഷ്യറി, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആർക്കൊക്കെയാണ്, സീനിയർ സിറ്റിസൺസ് അല്ലേ, പ്രായമായിട്ടുള്ളവരല്ലേ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വികലാംഗരൊക്കെ ഉണ്ടാവും അല്ലേ അവർക്ക്, പിന്നെന്താ ഡോവ്സിന് വിധവകൾക്ക്, പിന്നെ ഒരു പ്രായം എത്തിയിട്ടും കല്യാണമൊന്നും കഴിയാത്ത ആൾക്കാർ, അൺമാരീഡ് ആയിട്ടുള്ള വുമൺസിന്, ഇവർക്കൊക്കെ എന്തായിരിക്കണം 50 years
ആയിരിക്കണം, 50 years ഓഫ് ഏജ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പെൻഷൻ അലൗ ചെയ്യുള്ളൂ, കിട്ടത്തുള്ളൂ. പിന്നെ പല ഫാമേഴ്സിനുള്ള പെൻഷൻസും ഉണ്ട് കാർഷികപരമായിട്ട്. ഇപ്പോൾ എന്താ ഇതിൽ സമ്മറി പോലെ പറയുകയാണെങ്കിൽ, വെൽഫെയർ പെൻഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് സീനിയർ സിറ്റിസൺസിനും അതുപോലെ തന്നെ ചില ഫാമേഴ്സിനും ഉണ്ടാവും, അൺമാരിഡ് ആയിട്ടുള്ള വുമൺസ്, വിഡോസ്, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്കുമാണ്, വികലാംഗരൊക്കെയാണ് ഈ പെൻഷൻ അലൗ ചെയ്യുന്നത് ഗവൺമെൻറ്. ഇനി എന്തൊക്കെ പേരിലാണ് വേരിയസ് ടൈപ്സ് ഓഫ് വെൽഫെയർ പെൻഷൻ എന്തൊക്കെയാണ്, അതിൻ്റെയൊക്കെ പേരെന്താണ് പെൻഷൻ്റെ? അഗ്രികൾച്ചർ ലേബർ പെൻഷൻ ഉണ്ട്, ഓൾഡ് ഏജ് പെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫാമർ പെൻഷൻ ഉണ്ട്, ഫാമേഴ്സിന് കൊടുക്കുന്ന പെൻഷൻ ഉണ്ട്, ദെൻ റിട്ടയർമെൻറ്റ് പെൻഷൻ ഉണ്ട്, ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വികലാംഗർക്കുള്ള പെൻഷൻ ഉണ്ട്, വിഡോവ്സിനുള്ള പെൻഷൻ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെൻഷൻസ് ഉണ്ട്. നമ്മളെ നെക്സ്റ്റ് ടോപ്പിക് എന്താ? സ്കോളർഷിപ്സ് ആണ്. സ്കോളർഷിപ്പ് എന്താ മീൻ ചെയ്യുന്നത്? ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷനിൽ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു സഹായ സ്കീം എന്ന രീതിയിലാണ് സ്കോളർഷിപ്പ് കുട്ടികൾക്ക് നൽകുന്നത്. മെനി സ്കോളർഷിപ്സ് ഫോർ സ്റ്റുഡൻസ് ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ പർപ്പസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്സ് ഉണ്ട്. പ്രീ മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്സ് ഉണ്ട്, സ്പെയർ സ്കോളർഷിപ്പ് ഉണ്ട്, പിന്നെ NTSE സ്കോളർഷിപ്പ് ഉണ്ട്. സ്കോളർഷിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്, ഒരു സ്കീമാണ് സ്കോളർഷിപ്പ് എന്ന രീതിയിൽ കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്കോളർഷിപ്സ് ആണ് പറഞ്ഞത്. പ്രീ മെട്രിക്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്സ്, പിന്നെ ഇൻസ്പയർ സ്കോളർഷിപ്പ് ഉണ്ട്, NTSE സ്കോളർഷിപ്സ് ഉണ്ട്. നെക്സ്റ്റ് 3 പിക്ചർ കാണാം. എന്തൊക്കെയാണത്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, മാവേലി സ്റ്റോർ ആൻഡ് നീതി സ്റ്റോർ. ഇവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെയൊക്കെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ഗുഡ്സ്, അതായത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലോവർ പ്രൈസിൽ, പുറത്തെ കടയിലുള്ളതിനെക്കാട്ടിയും കുറഞ്ഞ പൈസയിൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ലഭ്യമായിരിക്കും. അതായത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, മാവേലി സ്റ്റോർ ആൻഡ് നീതി സ്റ്റോർ ആർ സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് എസെൻഷ്യൽ ഗുഡ്സ്, അല്ലെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അറ്റ് ലോവർ പ്രൈസ്. Through these centers, we get goods at cheaper rate with the subsidy products by the government. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണിത് അല്ലേ. അപ്പം അത് അവിടുന്ന് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും. അടുത്തുള്ള റേറ്റിനെക്കാട്ട് കുറവ് പൈസയിൽ നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ളത് എവിടെയാണ്? ഗവൺമെൻറ് അലൗ ചെയ്തിട്ട് നമുക്ക് ഗവൺമെൻറ് സഹായത്തോടു കൂടി സാധനങ്ങൾ കിട്ടുന്നത് എവിടെയാണ്? പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ. നെക്സ്റ്റ് എന്താ മക്കളെ പറയുന്നത്? സബ്സിഡി. എ സബ്സിഡി ഈസ് എ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ സപ്പോർട്ട് പ്രൊവൈഡഡ് ബൈ ദ ഗവൺമെൻറ് ടു ഇൻഡിവിജ്വൽ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആസ് പെർ ക്രൈറ്റീരിയ. Subsidy can be direct or indirect. Direct subsidies refers to support provided in cash. Indirect subsidies included lowering of tax rate and charging a lower rate of interest on loans. ഗവൺമെൻറ് ഒരു സപ്പോർട്ടായിട്ട് ഇൻഡിവിജ്വൽസിനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഗവൺമെൻറ് ഒരു സഹായം എന്നൊരു രീതിയിൽ, ക്യാഷ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് അടക്കേണ്ട ടാക്സിൻ്റെ റേറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ അവരെടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക. സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റാണ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്. അത് ക്യാഷായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിന് ഡയറക്റ്റ് സബ്സിഡി എന്നാണ് പറയുക. അല്ലെങ്കിൽ അവരെടുത്ത ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ ടാക്സ് റേറ്റ് കുറയ്ക്കുക, അതിന് ഇൻഡയറക്റ്റ് സബ്സിഡി എന്നും പറയും. സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള പല പ്രോഗ്രാംസും കൊണ്ടുവന്നിട്ടുണ്ട്. സൊസൈറ്റിയിലുള്ള ഇൻഇക്വാലിറ്റി, സോഷ്യൽ ആൻഡ് എക്കണോമിക്കലി, അതുപോലെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പോവേർട്ടി എലിവേഷൻ റെഡ്യൂസ് ആവുന്നുണ്ട്, ദാരിദ്ര്യം കുറക്കാനും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാംസൊക്കെ കൊണ്ടുവന്നത്. എലിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കുറയ്ക്കാൻ, റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ശമിപ്പിക്കുക, റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കാൻ. ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പല സ്കീംസ്, പല പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താ പറയുന്നത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം.
നാട്ടിലൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ മക്കളെ, തൊഴിലുറപ്പിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേൾക്കാറില്ലേ? കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ട് കാടും ഇതൊക്കെ വൃത്തിയാക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ, തൊഴിലുറപ്പിനെ കുറിച്ചിട്ട്. This scheme ensured unskilled physically employment for not less than 100 days in a financial year to any family resident in rural area. Its beneficiaries are individually above 18 years old. It is a poverty alleviation scheme designed and implemented by the central and state government. സൊസൈറ്റിയിൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു വർഷത്തേക്ക് 100 ദിവസം ജോലി ഉണ്ടാവുമെന്ന് ഗവൺമെൻറ് ഉറപ്പ് വരുത്തിയിട്ട് ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 100 ദിവസത്തേക്ക്, ഒരു വർഷത്തേക്ക് 100 ദിവസം ജോലി ഉറപ്പാക്കി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതിൽ മെയിനായിട്ട് ഫാമിലീസിൻ്റെ പോവേർട്ടി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാനും, അതുപോലെ തന്നെ ഇത് 18 വയസ്സ് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ഒരു വർഷത്തെ 100 ദിവസം ജോലി ഉറപ്പാണ് ഈ സ്കീം രീതിയിൽ. ഇത്രയേ ഉള്ളൂ. 100 ഡേയ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 18 വയസ്സുള്ള ആൾക്കാർക്കാണ് കിട്ടുക. ഇത് പോവേർട്ടി എലിവേഷൻ, അതായത് ദാരിദ്ര്യം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന സ്കീമാണ്. സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഇതിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. മക്കളെ, നെക്സ്റ്റ് പേജിൽ ലൈഫ് മിഷൻ എന്ന കാര്യമാണ് പറയുന്നത്. ലൈഫ് മിഷൻ എന്താണ്? പീപ്പിൾ ഹു ഹാവ് നോ ലാൻഡ്, നോ ഹൗസ്, അതായത് വീടുകളില്ലാത്ത ആൾക്കാർക്ക്, സ്ഥലമില്ലാത്ത ആൾക്കാർക്ക്, അതുപോലെ തന്നെ വീടിൻ്റെ പണി പൂർത്തിയാവാത്ത വീടുകളുണ്ടാവുമല്ലോ, അങ്ങനെ താമസിക്കുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു സ്കീമാണ് ലൈഫ് മിഷൻ സ്കീം. ലൈഫ് മിഷൻ സ്കീം എന്താണെന്ന് ചോദിക്കുമ്പോൾ തന്നെ എപ്പോഴും ഓർമ്മയിലുണ്ടാവണം ഹൗസ് ഇല്ലാത്തതും പ്ലേസ് ഇല്ലാത്തവർക്കും, അതുപോലെ തന്നെ ഫുള്ളായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യാത്ത പകുതിയാക്കി വെച്ച വീടൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നൊരു സ്കീമാണ് ലൈഫ് മിഷൻ സ്കീം. The objective of to complete housing scheme is to provide safe and decency house system in Kerala for all the landless, homeless people with homes that have not been fully constructed and those who existing house is not fit to live in. This scheme is designed and implemented by the central and state government. ഈ സ്കീം കൊണ്ടുവന്നത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് പറയുന്നത് തീരമൈത്രിയാണ്. തീരമൈത്രിയിൽ എന്താ പറയുന്നത്? The government of Kerala is implemented Theeramaitri, the small business enterprises development plan to bring women for the families of the fish folk into the mainstream of the society by making them entrepreneurs. നമ്മൾ ഫിഷർ വുമൺസ് ഉണ്ടാവില്ലേ, മീൻ തൊഴിലാളികളൊക്കെ, അവരുടെയൊക്കെ വൈഫ്, അതായത് അവരുടെയൊക്കെ വൈഫിന് ചെറുകിട തൊഴിലുകളുണ്ടാവും, സംരംഭങ്ങളുണ്ടാവും. അവരുടെ ആ ബിസിനസ് ചെറുകിട ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ എംപവർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. അവരുടെ ഫാമിലീസിൽ വുമൺസിന് ചെറിയ ചെറിയ സ്മോൾ ബിസിനസ് ഉണ്ടാവും. ആ എൻ്റർപ്രൈസിനെ മുന്നോട്ട് ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിങ് ആണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ബിസിനസ് സംരംഭങ്ങൾ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഡെവലപ്പ് ചെയ്യിപ്പിക്കാനൊക്കെ. അപ്പോൾ തീരമൈത്രി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു എൻഷുർ സോഷ്യൽ ഇക്കണോമിക്കൽ എംപവർമെൻറ്റ് ഓഫ് ഫിഷർ വുമൺസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫിഷർ വുമൺസിലായ ബാക്ക്വേർഡായിട്ടുള്ള ആൾക്കാരെ ബിസിനസ് അല്ലെങ്കിൽ ചെറുകിട തൊഴിലവസരങ്ങൾ, സംരംഭങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് കൈവല്യാണ്. കൈവല്യയിൽ എന്താ പറയുന്നത്? This is the rehabilitation scheme implemented by the government of Kerala for the differently abled job seekers. The objective of this project consists of equality of opportunities and social inclusion. റീഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുനരധിവാസം എന്നാണ് അതിൻ്റെ മീനിങ്, മലയാളം വേർഡ് മീനിങ്. ഇതിൽ മനസ്സിലാക്കേണ്ടത് മക്കളെ, ഫ്രണ്ട്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ, ഭിന്നശേഷിക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഇന്നിക്വാലിറ്റി ഇല്ലാതെ അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക. കൈവല്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാ?
റീഹാബിറ്റേഷൻ സ്കീം ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ദ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ജോബ് സീക്കേഴ്സ് അല്ലേ. അതായത് പലതരത്തിലുള്ള ഭിന്നശേഷിക്കാരുണ്ടാവും, അവരുടെ ജോബ് സെക്യൂർ ചെയ്യുക, അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഈക്വലി കൊടുക്കുക. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ പദ്ധതി സ്കീം വന്നത്. നെക്സ്റ്റ് പറയുന്നത് വിദ്യാവാഹിനിയാണ്. ഇതിൽ ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗോത്രവർഗ സമൂഹത്തിലെ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷനിലൊക്കെ സ്കൂളൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ഒന്ന് ബെറ്ററായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും ആ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും അവരെ സേഫ് ചെയ്യാനും ആയിട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണിത്. ഇതിൽ ടർബൽ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അവരുടെ ട്രാവലിംഗ് ഫെസിലിറ്റീസ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നൊരു സ്കീമാണ് ഇത്. നെക്സ്റ്റ് പറയുന്നത് ജനനി ജന്മരക്ഷ എന്നുള്ള പദ്ധതിയാണ്. ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പ്രഗ്നൻ്റ്ലി വുമൺഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, അതായത് ഗർഭിണികളായ സ്ത്രീകൾക്ക് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സ്കീമാണിത്. അവർക്ക് ന്യൂട്രീഷ്യൻസ് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. സ്കീമിന് ഇമ്പോർട്ടൻസ് ആയിരിക്കാം പ്രഗ്നൻ്റ്ലി വുമൺസിനാണ് ആൻഡ് മദേഴ്സ് അല്ലേ, അമ്മമാർക്കും അതുപോലെ തന്നെ പ്രഗ്നൻ്റ്ലി വുമൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്കീം. ദെൻ അങ്ങനെയുള്ള ആൾക്കാർ എന്തായിരിക്കണം, ടർബൽ ഗ്രൂപ്പ്സ് ആയിരിക്കണം. നെക്സ്റ്റ് സ്കീം പ്രതിഭാ തീരം എന്ന സ്കീമാണ്. ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കോസ്റ്റൽ റീജിയനിൽ താമസിക്കുന്ന സ്റ്റുഡൻസിന്, അതായത് തീരപ്രദേശത്ത് താമസിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവരുടെ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവർക്കൊക്കെ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത സ്കീമാണ് ഇത്. തീരം എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമാണ്. ഗോത്രബിന്ദു എന്ന് പറഞ്ഞിട്ടുള്ള സ്കീമാണ്. ഇതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബൽ കമ്മ്യൂണിറ്റീസിലെ, അതായത് ഗോത്രവർഗത്തിലുള്ള പീപ്പിൾസിൻ്റെ ഇടയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഉണ്ടാവും. അവരെ കണ്ടുപിടിച്ചിട്ട് അവരിലുണ്ടാവുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് പ്രൈമറി സ്കൂൾസിൽ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഇതും കൊടുക്കുക. ഗോത്രബന്ധു എന്ന സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടർബൻ ഏരിയാസിലുള്ള ആൾക്കാർക്ക് പ്രൈമറി സ്കൂൾസിൽ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യാനുള്ള ഇതുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് അത് 2 ലാംഗ്വേജും അറിഞ്ഞിരിക്കണം, ടർബൽ ലാംഗ്വേജും അതുപോലെ തന്നെ മലയാളവും അറിഞ്ഞിരിക്കണം. നമ്മളെ വെൽഫെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ പല ഇൻഇക്വാലിറ്റീസ് മാറ്റാൻ വേണ്ടിയിട്ട്, എക്കണോമിക്കലി സോഷ്യലുള്ള പ്രോബ്ലംസ് പീപ്പിൾസിൻ്റെ ഇടയിൽ, അത് സൊസൈറ്റീൻ്റെ ഇടയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്ന് അതിൻ്റെയൊക്കെ പേരുകളാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ പേരുകളും അതിലെന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നും അതാർക്കാണ് ബെനിഫിഷ്യറി, ഈ സ്കീം കൊണ്ടുള്ള എയിം എന്താണ്, ലക്ഷ്യം എന്താണെന്നൊക്കെ പഠിച്ചു വെക്കാം മക്കൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ടേബിൾ വൈസായിട്ടൊരു സമ്മറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്താണ്, 100 ഡേയ്സിന്, ഒരു വർഷത്തേക്ക് 100 ഡേയ്സിന് ജോലി ഉറപ്പായിരിക്കും. അൺസ്കിൽഡ് ആയിട്ടുള്ള ഫിസിക്കലി അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് 100 ദിവസത്തേക്ക് ഉറപ്പ് വരുത്തുക. 18 ഇയേഴ്സ് ഉള്ള ആൾക്കാർക്കാണ് കിട്ടുക. മാക്സിമം പോവർട്ടിയൊക്കെ, ദാരിദ്ര്യമൊക്കെ റെഡ്യൂസ് ചെയ്യാനാണ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ സ്കീമാണ്. നാഷണൽ മിഷൻ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, വീടും സ്ഥലവും അതുപോലെ തന്നെ ഇല്ലാത്തവർക്കും, അതുപോലെ തന്നെ പകുതിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടുകൾ, അതുപോലെ തന്നെ വീടുകളിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ് ലൈഫ് മിഷൻ സ്കീം. തീരം 3 സ്കീം എന്താണ് കൊണ്ടുവന്നത്, സ്മോളായിട്ട് ബിസിനസ് ചെയ്യുന്ന ഫിഷർ വുമൺസ് ഉണ്ടാവും. അവരുടെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനും അത് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള സ്കീമാണത്. കൈവല്യ സ്കീം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഭിന്നശേഷിക്കാരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. അവരുടെ ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടാവും, അവരുടെ ജോബ് ഉറപ്പ് വരുത്തുക. അവരുടെ ജോബിൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ഒരുപോലെ തുല്യതായിട്ട് കൊടുക്കുക എന്നുള്ളത്. വിദ്യാവാഹിനി കൊണ്ടുള്ള സ്കീം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ടർബൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, ടർബൽ ഏരിയയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അവർക്ക് എഡ്യൂക്കേഷനിൽ ഉറപ്പ് വരുത്തുകയാണ് ചെയ്യുന്നത്. എഡ്യൂക്കേഷനിൽ ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, അതായത് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലുള്ള പ്രോബ്ലംസ് സൊല്യൂഷൻസ് കണ്ടെത്തുകയും
ചെയ്യുന്ന സ്കീം. ജനനി ജന്മരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? പ്രഗ്നൻ്റ് വുമൺസും അല്ലെങ്കിൽ മദേഴ്സിനൊക്കെ പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുക അല്ലേ, ന്യൂട്രീഷ്യൻസ് ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു ഭാഗമായിട്ട് വന്ന പദ്ധതി. പ്രതിഭാ തീരം സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കോസ്റ്റൽ ഏരിയയിൽ ജീവിക്കുന്ന പ്രദേശത്തൊക്കെ ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. അത് അവരുടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് വന്നിരിക്കുന്ന സ്കീം. മാതൃബിന്ദു എന്താ ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാർക്ക് പ്രൈമറി സ്കൂൾസിലൊക്കെ ടീച്ചേഴ്സ് ആവാം. അതുപോലെ തന്നെ അവർക്ക് 2 ലാംഗ്വേജും അറിഞ്ഞിരിക്കണം, ടർബൽ ലാംഗ്വേജും മലയാളം ലാംഗ്വേജും. ഈ പറഞ്ഞിരിക്കുന്ന 3 ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന 3 അതായത് അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ ടേബിളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്ട്സ്, എന്തൊക്കെ പ്രൊജക്ട്സുകളാണ്, ഈ സ്കീമുകളാണ് അതിൻ്റെയൊക്കെ പേര്. ദെൻ ബെനിഫിഷ്യറീസ്, ഈ സ്കീം കൊണ്ട് ആർക്കൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ മക്കളെ ഈ ടേബിളിന് വരുന്നതിൻ്റെ സ്ലൈഡ് ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? മഹാത്മാഗാന്ധി ബുക്കിൽ തന്നെ പറഞ്ഞതാണിത്. മഹാത്മാഗാന്ധി ദെൻ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. അതിൽ ബെനിഫിഷ്യറി ആയിരിക്കാണ് ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് ദി 18 years of age അല്ലേ. അങ്ങനെയുള്ള 18 years of age ഉള്ള ആൾക്കാർക്കാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി. അതിൻ്റെ ഫീച്ചർ എന്താ പറഞ്ഞാൽ 100 years of ജോബ്, 1 വർഷം എംപ്ലോയ്മെൻറ്റ് ഉണ്ടാവും, ജോലി ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് നേരത്തെ, അതുകൊണ്ട് ഒന്ന് ഫാസ്റ്റായിട്ട് പോവാം. നെക്സ്റ്റ് ലൈഫ് മിഷനാണ്. ഇതിന് ബെനിഫിഷ്യറി ലാൻഡ്സ് ഇല്ലാത്തതും ഹോം ഇല്ലാത്തതും കൺസ്ട്രക്ട് ചെയ്ത് തീരാത്ത വീടുകൾക്കുള്ള ആൾക്കാർക്കും, അതുപോലെ തന്നെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുള്ള വീടുകളുള്ള ആൾക്കാർക്കും ഒക്കെയാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി. അതുപോലെ തന്നെ അത് തന്നെയാണ് അതിൻ്റെ ഫീച്ചേഴ്സും വരുന്നത്. നെക്സ്റ്റ് സ്കീം വിദ്യാവാഹിനിയാണ്. അത് ടർബൽ സ്റ്റുഡൻസിനാണ് ബെനിഫിഷ്യറി. അതുപോലെ തന്നെ ടർബൽ സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷനിലായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമാണ് ഇത്. ഈ സ്കീം എന്താ മക്കളെ? തീരമൈത്രി എന്ന സ്കീമാണ്. തീരമൈത്രി സ്കീം ബെനിഫിഷ്യറി ആയിരിക്കാണ് ഫിഷർ വുമൺസിനാണ്. ഇതിലെന്താ ഫീച്ചർ വരുന്നത്? ഫിഷർ വുമൺസിന് ന്യൂലി ബിസിനസ് അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ടുള്ള സ്കീമാണ് ഇത്. ലാസ്റ്റ് ടേബിളിൽ പറഞ്ഞിരിക്കുന്നത് കൈവല്യ സ്കീമാണ്. കൈവല്യ സ്കീമിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താ? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ ജോബ് സീക്കിങ് ചെയ്യുന്ന, ജോലി അന്വേഷിക്കുന്ന ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ജോലി അന്വേഷിക്കുന്നവരുണ്ടാവും. അവർക്ക് ജോബ് സെക്യൂർ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ജോബൊക്കെ സെർച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ആൾക്കാർ. അപ്പോൾ അതിൽ ഇൻഇക്വാലിറ്റി ഇല്ലാണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ജോബ് സെക്യൂറാക്കി കൊടുക്കുക. അതാണ് ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. സൊസൈറ്റിയിലുള്ള ഇൻഇക്വാലിറ്റീസ് അല്ലെങ്കിൽ എക്കണോമിക്കലി ഇൻഇക്വാലിറ്റീസ് കാണിക്കുന്നത് ഇൻഇക്വാലിറ്റീസ് എല്ലാം റിഡക്ഷൻ ഉണ്ടാക്കിയിട്ട് പീപ്പിൾസിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരുപാട് സ്കീംസാണ് ഗവൺമെൻറ് കൊണ്ടുവന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയാണ് മക്കൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. Thank you for watching.